നമസ്കാരം, പ്രേമരാജൻ മുന്നാട്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായ പ്രഖ്യാപനങ്ങൾ. അതിനകത്ത് നിർധനരായ രോഗികൾക്ക്, മാരകമായ രോഗികൾക്കുള്ള സമാശ്വാസം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ആളുകൾ കമൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു മറുപടി എന്നുള്ള നിലയിൽ പറയാമെന്ന് ഓർത്തിട്ടാണ്. അതിൽ കുറേ ആളുകൾ നിനക്ക് ഇപ്പോഴാണോ ബോധം വന്നത്, ഇപ്പോഴാണോ ഇത് പറയുന്നതെന്നൊക്കെ പറയുന്നതിനിടയായി. ഞാൻ ഇന്നലെ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധിച്ച് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ സർക്കാരിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആശാ വർക്കർമാർക്കും അംഗൻവാടി ജീവനക്കാർക്കും മറ്റ് എന്താ പറയുക പല തൊഴിലെടുക്കുന്ന ആളുകൾക്കുമെല്ലാം ബോണസ് കൊടുക്കാനൊക്കെ പ്രത്യേക ഫണ്ടുകളൊക്കെ കോടികൾ പാസ്സാക്കുമ്പോൾ വ്യഥ അനുഭവിക്കുന്ന നിർധനരായ രോഗികൾക്ക് ഓണം ആഘോഷിക്കാൻ ഇതുപോലെ അർഹതപ്പെട്ട നിങ്ങളെപ്പോലെ അർഹതയുള്ള അവർക്ക് ഓണം ആഘോഷിക്കാൻ എന്തെങ്കിലും പ്രഖ്യാപിക്കാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പഴയ സർക്കാർ ചെയ്തിട്ടില്ലല്ലോ. പഴയ സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ അധികാരത്തിലേറ്റിയത്. പഴയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അപ്പം നിങ്ങൾ ആ ചോദ്യം ചെയ്യലല്ല, ആ തെറ്റ് തിരുത്താനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പിന്നെ ചില ആളുകളൊന്നും ആശ്വാസകിരണമാണ്, അതിൽ പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന്. ആശ്വാസകിരണമല്ല, ആശ്വാസകിരണം എന്ന് പറയുന്ന പദ്ധതി വേറെയാണ്. അത് ഈ പറഞ്ഞ പോലെ കിടപ്പിലായ രോഗികളെ നോക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ആ ജില്ലാ പഞ്ചായത്തും ഇവരൊക്കെ ചേർന്ന് നടപ്പിലാക്കുന്നതാണ്. ഇത് സമാശ്വാസ പദ്ധതിയാണ്. അംഗൻവാടി ICDC ഓഫീസ് മുഖാന്തരം അപേക്ഷ സമർപ്പിച്ചിട്ട് അത് കൊടുക്കുന്ന ഒരു തുകയാണ്. അത് വർഷങ്ങളായിട്ട് കിട്ടുന്നില്ല. വൃക്ക, കരൾ, അതുപോലെ തന്നെ പിന്നെ ഹാർട്ട്, പിന്നെ ഈ വാൾവ്, ഇങ്ങനെയുള്ള സംഗതികൾ മാറ്റിവെക്കൽ സർജറി ചെയ്ത ആളുകൾക്ക് 5 വർഷം മാത്രമേ അതിൻ്റെ പിന്നെ ഗുണഭോക്താക്കൾ എന്നാൽ അതിൻ്റെ ആനുകൂല്യം ലഭ്യമാകുള്ളൂ. പക്ഷെ ഇപ്പം 5 അതിൽ എത്രയോ വർഷങ്ങളായിട്ട് ആർക്കും കിട്ടുന്നില്ല. അത് ഇനിയുള്ള സർക്കാരെങ്കിലും കരുണ കാണിക്കണം, ദയവ് ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ദയവ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അത് ഇവിടുത്തെ ഒരു രോഗിയുടെ അർഹതപ്പെട്ട ആനുകൂല്യമാണ്. പക്ഷേ മറ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേമ പെൻഷൻ വിതരണം നിൽക്കുമ്പോഴും സമരം ചെയ്യാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷേ നിലവിളിക്കാൻ ആരുമില്ലാതെ അകത്തളങ്ങളിൽ നിന്ന് വിലപിക്കുന്ന കരയുന്ന നിർധനരായ രോഗികൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല. അപ്പം അവരുടെ ശബ്ദമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് വന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് പിന്നെ നീ ഇപ്പോഴാണോ വന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെന്താണ് മറുപടി അറിയുക? അവർക്ക് പോയ സർക്കാരുകൾ കൊടുത്തിട്ടില്ല. അവർ ചെയ്ത അത് തുടരാനല്ലല്ലോ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സമാശ്വാസം എത്രയോ കുടിശ്ശികയുണ്ട്, എത്രയോ വർഷങ്ങളായി ലഭ്യമാകാത്തത്. അത് ഇനിയെങ്കിലും ഒരു ഫണ്ട് ബഡ്ജറ്റിൽ അല്ലാതെയും വകയിരുത്തി കൊടുക്കണമെന്നാണ്. ഇപ്പോൾ 600 രൂപ 1000 രൂപയാക്കി. ഇപ്പോൾ ഇന്നലത്തെ പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെയും പ്രഖ്യാപിച്ചു. ഇതിനു മുന്നേ ഒരു മന്ത്രിസഭാ യോഗത്തിലും മാസങ്ങൾക്ക് മുന്നേയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. വൃക്ക രോഗികൾക്ക്, അതുപോലെ തന്നെ കരൾ രോഗികൾക്ക്, അതുപോലുള്ള രോഗികൾക്ക് മാസം 1000 രൂപ മാസം കൊടുക്കുന്ന പൈസ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്ന്. വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ, ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. വർദ്ധിപ്പിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ വർദ്ധിപ്പിച്ചു, 10000 ആക്കി വർദ്ധിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് എന്ത് കാര്യം? ഒരു മാസം മുന്നേയുള്ള ഒരു മന്ത്രിസഭാ യോഗത്തിൽ ഇതുപോലെ 600 1000 രൂപയാക്കി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു തുക ഒന്നാം ഗഡു എന്നുള്ള ഒരു സമ്മാനം എന്നുള്ള നിലയിൽ അനുവദിക്കാമായിരുന്നു. അത് ഓണത്തിന് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. അത് ലഭ്യമാകണ്ടേ? അത് ലഭ്യമാക്കാൻ വേണ്ടി നടപടി സ്വീകരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ പിന്തുണ വേണം, ഷെയർ ചെയ്യണം, അധികാരികളിലേക്ക് എത്തിക്കണം. അത് അനുവദിച്ചു തരാൻ പിന്നെ അതറിയേണ്ടത് അപേക്ഷിക്കല്ലാതെ മറ്റ് നിർവാഹമില്ലല്ലോ. അപ്പം അതുകൊണ്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. വർദ്ധിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, ലഭ്യമാക്കണം. ലഭ്യമാകുന്നില്ല. എത്രയോ വർഷങ്ങളായി ഞാൻ
കഴിഞ്ഞ മന്ത്രിസഭയുള്ള കാലത്ത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അന്നത്തെ ധനകാര്യമന്ത്രിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും എല്ലാം നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുത്ത പോരാതെ പോർഫ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ സംസ്ഥാന നേതൃനിരയിൽ ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. നമ്മൾ അതിന്റെ നേതാക്കൾ ഉൾപ്പെടെ അന്നത്തെ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കണ്ട് അവരോട് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അത് ലഭിച്ചിട്ടില്ല. ഇത് ലഭിക്കണമെന്നാണ് പറഞ്ഞത്. കമന്റ് ഇട്ട ആളുകൾ പറഞ്ഞ 600,000 ആക്കിയിട്ടുണ്ടെന്ന്. 600,000 ആക്കിയാലും 600,500 ആക്കിയാലും അത് ലഭിക്കണ്ടേ? ഇനി വർദ്ധിപ്പിക്കണ്ട, നിങ്ങൾ കുറച്ചോ 400 ആയിക്കോ, പക്ഷെ അത് കിട്ടണ്ടേ? എത്രയോ വർഷങ്ങളായി കുടിശ്ശിക കിടക്കുകയാണ്. ആ വർഷത്തെ ഒന്നും വേണ്ട, ഈ 4 മാസത്തെ ഒരു 4,000 രൂപ ഓണത്തിന് കൊടുത്താൽ അത് ഈ രോഗികൾക്ക് ആശ്വാസമാണ്. അവരുടെ കുടുംബത്തിന് ഓണം ഉണ്ണാൻ കഴിയും, അവർക്ക് ഓണം ആഘോഷിക്കാൻ കഴിയും. ഇനി ഓണം ആഘോഷിക്കുന്നില്ലെങ്കിലും അവർക്കത് വലിയൊരു ആശ്വാസമാണ്. ശരിക്കും ഇവിടുത്തെ മറ്റു ആളുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം പോകാനും നടക്കാനും അവരെയൊന്നും കുറച്ച് കാണുന്നൊന്നുമില്ല. പക്ഷെ എങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തി സാമ്പത്തികം അവർക്ക് ലഭ്യമാകും. പക്ഷെ ഒരു നിർദ്ധന രോഗി എന്ന് പറഞ്ഞാൽ ചികിത്സയും വേണം, അതിനവർക്ക് യാത്രാ ചെലവ് വേണം. അതിൻ്റെ ഒപ്പരം അവരും ഈ ലോകത്തെ ഒരു പൗരനല്ലേ, അവർക്കും ഒരു ആഗ്രഹമില്ലേ ഓണം ആഘോഷിക്കണം. നിങ്ങളെപ്പോലെ അവർക്കും ഒരു മാനുഷികമായ അവകാശങ്ങളില്ലേ? അപ്പൊ അതുകൊണ്ട് അവരുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലയിൽ അവരുടെ ഒരു പ്രതിനിധി എന്നുള്ളത് ഞാൻ പറഞ്ഞതാണ്. 1000 അല്ല, ഇനി അത് കുറച്ച് നിങ്ങൾ 300 ആക്കിയാലും അതൊന്ന് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത്. ലഭിക്കുന്നില്ല, ലഭിക്കാതെ വർഷങ്ങളായി. ഇത് ഞാൻ നിരവധി തവണ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളുടെ ശ്രദ്ധയിലും അന്നത്തെ പ്രതിപക്ഷത്ത് ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവും അന്നത്തെ മുഖ്യമന്ത്രിയുമായ ആളുകളുടെ ശ്രദ്ധയിൽ നിരന്തരം പെടുത്തിയതാണ്. അപ്പോൾ ഇവിടെ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മറ്റ് സാമൂഹ്യ പെൻഷനുകൾ കിട്ടാതിരിക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിലും കളക്ടറേറ്റിന് മുമ്പിലും സമരം ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ ഈ വിഷയത്തിലൊന്ന് ഇടപെടണം എന്നൊരു അഭ്യർത്ഥനയാണ്.